അങ്ങനെ 3:30 ഷൂട്ടിന് MOT എത്തി. വോയിസ് ഓവറാണ് ചെയ്യണ സംഭവം. പക്ക നെർവസാണ് സംഭവത്തിൽ. ഇപ്പം നിൽക്കണതിൽ ഫുൾ നെർവസാണ്. അവിടെ എന്തോ ഓണത്തിൻ്റെ അത്തപ്പൂ മത്സരം എന്തോ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. ഡ്രസ്സൊക്കെ ചെക്ക് ചെയ്തിങ്ങനെ വാഷ്റൂം കയറിയിട്ട് ഞാനുണ്ട് ചേരുന്നുണ്ടോ ചെക്ക് ചെയ്ത്. ബാക്കിയുള്ളവരൊക്കെ വോയിസ് കാണും. നിങ്ങളുടെ ഷൂട്ടൊക്കെ ഞാൻ ഇടയിൽ എടുക്കുന്ന ഷോട്ട്സ് ആയിരിക്കും. ഓക്കെ, അതിൻ്റെ ബാക്കി തന്നെ ഷൂട്ടിൻ്റെ സെയിം ഡേ. മണിയിപ്പോൾ 5:30-6 മണിയായി. 3-4 മണിക്ക് തുടങ്ങി, 3:30 തുടങ്ങിയതാണ്. ആദ്യം മുണ്ടെടുത്തിട്ടുള്ള കഴിഞ്ഞു. ഇപ്പോൾ ഇതിട്ടുള്ള കഴിഞ്ഞു. അടുത്തത് മറ്റേ വൈറ്റ് ഇതിടാൻ പറഞ്ഞു, ഹാഫ് സ്ലീവ് ഉണ്ടല്ലോ, അത് ഇടാൻ വേണ്ടി വന്ന്. സംസാരത്തിൽ ഒത്തിരി വിഷയമുണ്ട്, ക്ലാരിറ്റി പോരാവുന്ന വ്യക്തമാക്കാൻ സ്ഫുടത അതിന് ശരിയാക്കണം. ഓക്കെ, അക്ഷര സ്ഫുടത ശരിയാക്കണം. ഓക്കെ, ഇതെടുത്തിട്ട് പക്ഷേ ഇത് ചുളുക്കുണ്ട്. ബട്ട് സ്റ്റിൽ നോക്കാം. ഫസ്റ്റ് മറ്റേ പറഞ്ഞിട്ട് അക്ഷരസ്ഫുടത ഇത്തിരി വിഷയമുണ്ട്. ലെറ്റ്സ് സീ. ഓക്കെ, പിന്നെ അത്ര തന്നെ നോക്കാം. നമുക്ക് കുറച്ചുകൂടി തന്നെ ഉള്ളത്, കുറച്ചുകൂടി ഉള്ളെന്ന് തോന്നുന്നു. കുറച്ചുകൂടി ഉള്ളെന്ന് തോന്നുന്നു. രാമേന്ദ്രൻ്റെ സൈറ്റിൽ വരുന്ന പറഞ്ഞത് സ്പെഷ്യലായിട്ട്. സോ ഇറ്റ് വിൽ ബി ഫൈൻ. നോക്കാം. ഇപ്പോൾ കാണുന്ന അവിടെ ഒരു സ്റ്റോൾ തുടങ്ങി, ചിക്കനും ഫ്രഷ് ഫിഷിൻ്റെ ഫ്രഷ് മീറ്റിൻ്റെയും. അപ്പോൾ അതിനുവേണ്ടി അവിടുത്തെ ചേട്ടൻ്റെ കുറച്ച് ഡയലോഗൊക്കെ ക്യാപ്ചർ ചെയ്യണം. എനിക്കൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ പുള്ളിയുടെ എങ്കിലും എടുത്ത് വയ്ക്കട്ടെ എന്ന് വിചാരിച്ചു. MOT ഇറങ്ങി. പക്ഷേ ഒരു ഇതും കൂടെ ഉണ്ട്. മണിയിപ്പോൾ 7:15. 3:30 തുടങ്ങിയതാണ്. 7:15. ഇനിയുള്ളത് പിന്നെ ഇവരുടെ ഓഫീസിൽ പോയിട്ട് ബാക്കി കുറച്ചുകൂടെ എടുക്കാനുണ്ട്. കുറച്ചുകൂടെ എന്തോ ബാക്കി സ്റ്റാർട്ടിങ്ങിലേ എടുക്കാനുണ്ട്. വണ്ടി എവിടെയാണെന്നുള്ളത് തപ്പി നോക്കട്ടെ. വണ്ടി തപ്പിക്കൊണ്ടിരിക്കുന്നു. എവിടെ ആയിരുന്നു അപ്പോൾ അത്രയാണ് സംഭവം. പിന്നെ സെറ്റാവട്ടെ. വണ്ടി മിസ്സിങ് ആയി. അല്ല 8 മണി ഇരിക്കണം ഇവിടെ. 8 മണി. ശരി, അപ്പം പുള്ളിയും പറഞ്ഞു, ഞാൻ പറഞ്ഞു പുള്ളിയെടുത്ത് ഈ സ്പീഡ് സ്പീഡിനെ പറ്റി. പുള്ളിയും പറഞ്ഞു കുഴപ്പമില്ല, അതങ്ങ് യൂസ് ടു ആകുമ്പോൾ ശരിയാവും. ഓക്കെ, അത്ര തന്നെ. ഞാൻ പറഞ്ഞെല്ലാം കേൾക്കാമോ എന്ന് അറിഞ്ഞൂടാ. ഓക്കെ, അത്ര തന്നെ. ബാക്കി അവിടെ പോയിട്ട് ബാക്കി പറയാം. പിന്നെ വീട്ടിലോട്ട് പോകണം. വീട്ടിലോട്ട് പോയിട്ട് വല്ലതും കഴിച്ചിട്ട് നേരെ അങ്ങോട്ട് പോകാം. കമലിടയ്ക്ക് വിളിച്ചിരുന്നു. അവൻ കെട്ടാനല്ല, മാല ഇടാൻ വേണ്ടി കാണാൻ വരാൻ ചോദിച്ചിട്ട് വിളിച്ച്. സാഡ്ലി ഐ കാൻ ഗോ. ഓക്കെ, ഇല്ല ഷൂട്ട് കഴിഞ്ഞ് ലിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഹിയർ കംസ്. ലിഫ്റ്റ് വന്നിട്ടുണ്ട്. നല്ല സ്റ്റക്ക്. അതെന്ത് 0 ക്ലോസ് ഡോർ. ഷൂട്ട് കഴിഞ്ഞായിരുന്നു തന്നെ. ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മണിതാ എത്രയും 8:45. 3:30 പോയതാണ്. 3, 4, 5, 6, 7, 8:30, 5 മണിക്കൂർ. But it was a good fucking experience. Sorry, censored the word. Good experience. വീഡിയോ എങ്ങനെ വരുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് ഈ മ്യൂസ് ചെയ്യാൻ എനിക്ക് ആ പ്രോബ്ലം കൺസേൺ അതുകൊണ്ട് ഒരു ചെറിയ വൃത്തിയായിട്ട് എനിക്ക് തന്നെ ഒരു മനസ്സിലായ. ബട്ട് ഇറ്റ്സ് ഫൈൻ. ലെറ്റ്സ് സീ. ഇറങ്ങിയാണ്.
അപ്പോൾ അത്ര തന്നെ, വേറെ കാര്യങ്ങളൊന്നുമില്ല. ഷൂട്ടൊക്കെ ഇതൊരു ചക്ര ബിൽഡിങ്ങാണ്. ചക്ര അവിടെ ഷൂട്ട് നടത്തണം. ചക്ര ബിൽഡിങ്ങാണ്. ദ ഡേ വാസ് ഗുഡ്. ഫുള്ളി ഡെസ്റ്റിൻഡ് ആയിട്ടുള്ള, ഇന്ന് വർക്ക് ഇല്ലായിരുന്നു, മുണ്ട് തേച്ച് വെച്ചിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ വർക്കില്ല, ആ ഇലക്ട്രീഷ്യന് വേറെ വർക്ക് കിട്ടിയത് ഇന്ന് അതില്ലെങ്കിൽ അങ്ങനെ ഇന്ന് പോകുമായിരുന്നു. അല്ല, ഇവിടെ രാമചന്ദ്രൻ ഷൂട്ട് നടക്കുമായിരുന്നു. എന്തോ ആവട്ടെ, രാമചന്ദ്രൻ്റെ ഷൂട്ടാണ് കിട്ടിയത്. രാമചന്ദ്രൻ ഇസ് നോട്ട് സ്മോൾ, അറ്റ്ലീസ്റ്റ് ഒരു ബ്രാൻഡാണ്. ആൾക്കാർക്ക് അറിയാം രാമചന്ദ്രൻ. പിന്നെ കണ്ണങ്കൊച്ചനും അവരൊക്കെ എൻ്റെ ബന്ധുക്കളെയൊക്കെ എന്നെ കണ്ട്. ഐ വാസ് ഓൾസോ സോ ഹാപ്പി ടു സീ ദം. അപ്പോൾ അത്രയുള്ള സംഭവം. സ്റ്റക്ക് ആവുന്നുണ്ടല്ലോ, നല്ല ഇൻസെക്യൂരിറ്റി ചെയ്യുന്നുണ്ട് അവിടെ കിടന്ന് പച്ചയ്ക്ക് വിളിച്ച് പറയാൻ. കട്ട ഇൻസെക്യൂരിറ്റി ഉണ്ടായിരുന്നു അവിടെ രാമചന്ദ്രനിൽ. ആൾക്കാരൊക്കെ നിൽക്കുമ്പോൾ വിളിച്ച് പോകണം, വിളിച്ച് പൊടിച്ച് അതാണെന്ന് പറയണം. ബട്ട് സംഭവം ഐ മാനേജ്. എൻ്റെ അപ്പോഴത്തെ കൺസേൺ അതൊന്നുമല്ലായിരുന്നു. എൻ്റെ അപ്പോഴത്തെ കൺസേൺ വിത്ത് തരാതെ പതറാതെ പറയണമെന്ന് മാത്രമായിരുന്നു. അപ്പോൾ എനിക്ക് ഇതൊന്നും ഞാൻ ഓർത്തില്ല. വേറെ ആൾക്കാരുടെ മുഖമേ നോക്കിയില്ല, ചേട്ടൻ്റെ മുഖം മാത്രം നോക്കിയുള്ളൂ, വേറെ നോക്കിയിട്ടില്ല. വാസ് എവറിത്തിങ് വാസ് ഗോയിങ് റിയലി ഫൈൻ, സോ ഗുഡ്. പോൾ വഴി മുകളിലോട്ടാണ്, അല്ല അങ്ങോട്ട്, അതാവട്ടാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു യൂണിവേഴ്സ്. എവറിത്തിങ് വാസ് സോ ഫൈൻ. താങ്ക് യു യൂണിവേഴ്സിന്, താങ്ക് യു. പിന്നെ താങ്ക് യു. ഡേ കഴിഞ്ഞിരുന്നു. ഇന്നത്തെ ഡേറ്റ് 26 26/8/25. ഡേ ഈസ് ഫൈനൽ ഓവർ. സ്റ്റോറിയിലിടാം. കളവനെ പോലെ തന്നെ മോളെ അങ്ങനെയൊന്നും വിളിക്കില്ല. ക്യാമറ ഫ്രെയിം ചെയ്യുന്നത് കിടക്കാൻ അവിടെ പോയി വൈശാഖ്. ഞാൻ പറഞ്ഞത് അല്ല, വാരി വിളിച്ചു. ഷൂട്ട് കഴിഞ്ഞിട്ട് അവസാന രാത്രിയാണ്. ഷൂട്ട് കഴിഞ്ഞിട്ടുള്ള അല്ല, അങ്ങനെയല്ല, ഷൂട്ട് കഴിഞ്ഞിട്ടുള്ള രാത്രിയാണ് അവസാന ഭക്ഷണം അല്ലേ? അതല്ലേ പറയാനുള്ളത്. നമ്മൾ കൊച്ചിനെ കണ്ട വന്ന് വീട്ടിൽ ചെന്ന് പറയണ്ടെന്ന് എടുത്തവൻ പറയും. അവസാന ഭക്ഷണമാണ്. ഇതും കൂടെ മറ്റേ വീഡിയോ കൂടെ കയറ്റും. വീഡിയോ ഇട്ടേക്കുന്നു. ബാക്കിയെല്ലാം വീഡിയോ കയറ്റി അല്ല, എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ചൊക്കെ. അപ്പോൾ ഇന്നത്തെ ദിവസം കഴിഞ്ഞ് ഇന്നൊരു വണ്ടർഫുൾ ദിവസമായിരുന്നു. പ്രതീക്ഷിക്കാത്ത പല സംഭവങ്ങൾ നടന്നു. അവധി കിട്ടി. വിചാരിച്ചിരിക്കാതെ ജിമ്മിൽ പോകാനുള്ള ഡ്രസ്സും കൊണ്ട് പോയ കുട്ടിയാണ് രാവിലെ. യാദൃശ്ചികമായിട്ട് ഒരു സന്തോഷ വാർത്ത കേട്ടു. ഇലക്ട്രിസിറ്റി വന്നില്ല. അപ്പോൾ ഞാൻ വെച്ച് കടുത്ത് ഗ്രൂപ്പിലൊക്കെ സംസാരമുണ്ട്. ഗ്രൂപ്പിലൊക്കെ സാറൊക്കെ ഒന്നുമില്ല അതില്ല എന്നപ്പോൾ ഞാൻ എന്തെങ്കിലും ഇല്ല പോട്ടെ. ഉടനെ ഇങ്ങനെ മെസ്സേജ് അയച്ചാണ് ഈ ചേട്ടെ, കുറേ ഫ്രീ ആണോ? ഞാൻ പറഞ്ഞ് വർക്കുണ്ട്, ഞാൻ ഹാഫ് ഡേ ലീവ് എടുത്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടാവുന്ന 2:30 ആയപ്പോഴപ്പോൾ പിന്നെ പോയത്. 2:30 ആയപ്പോൾ 3 മണിക്ക് വന്നാൽ ഓപ്പോസിറ്റ്. അത് പിന്നെ എത്തിയിട്ട് പറഞ്ഞു. 3 മണിയായപ്പോൾ എത്തിയില്ല. അപ്പോൾ അവിടെ അത്തപ്പൂന് മത്സരമായിരുന്നു. അവിടെ ജനം ടി വി 50,000 ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്. അപ്പോൾ അവിടെ എയർപോർട്ടിൽ ചേട്ടനെ കണ്ട്, രാജ്കുമാർ എന്ന് പറഞ്ഞ എൻ്റെ പെണ്ണാലച്ചൻ ചേട്ടൻ, അങ്ങനെ കണ്ട്. അപ്പം അങ്ങനെ കണ്ട് അങ്ങ് നമ്മൾ ഷൂട്ടുണ്ട്. 3:45 എന്തായാലും വന്നാൽ 3:30 എന്തായി. അപ്പോൾ അത് സംഭവം അത്രേ ഉള്ളൂ. അപ്പോൾ കഴിഞ്ഞ് പരിപാടി എത്ര തന്നെ തലയും കൂടെ വരി, തല കണ്ടുകൂടാ അതിനകത്ത്. വരി പങ്കജം, സിന്ദുപ്പി, ഞാൻ. എൻ്റെ മോൻ വാങ്ങിച്ചത് ഇമിറ്റേഷൻ കമ്മലിട്ടപ്പോൾ എൻ്റെ കാതരുവില്ല. ഇപ്പോൾ സ്വർണ്ണം ഇട്ടപ്പോൾ എൻ്റെ കാത. അതൊക്കെ മച്ചാൻ്റെ പവറാണ്, മച്ചാൻ്റെ പണത്തിൻ്റെ പവറാണ്. നല്ല 2 മിനിറ്റായി. സാമ്പാറൊക്കെ വേണം വേണ്ട അതിന് കട്ട. എന്തിനോ വേണത്തിനുള്ള സാമ്പാർ, എന്തിനു വേണത്തിന് ദോശ. പുളിപ്പ് ഭയങ്കര, എല്ലാവരും നെഗറ്റീവ്. പുളിപ്പ് അത്ര നേരം പോസിറ്റീവായിട്ട് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇന്ന് ഇത്ര ഹാപ്പി വന്ന് വിശപ്പ് അങ്ങ് കളന്ന് അതാണ്. ഇന്ന് ഹാപ്പി ആയിട്ടുള്ളതല്ലേ. കുറച്ച് വയറിന് കുറച്ച് രസക്കുറവായിട്ട് കിടന്നാൽ ഇന്നത്തെ ദിവസം കംപ്ലീറ്റ് ആവും. അല്ല അതുകൊണ്ടല്ല, നമ്മളിങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ നമുക്ക് നമ്മളിങ്ങനത്തെ ഫുഡ് വെള്ളം ഒഴിച്ചാൽ തണുപ്പോ ഇങ്ങനത്തെ ഫുഡ് നമുക്ക് വേണം. പൊറോട്ട, ചിക്കൻ, അത് നമ്മൾ മൈൻഡ് എങ്ങനെ ഇരിക്കുകയാണ്. നമുക്ക് കിട്ടിയത് ഇങ്ങനത്തെ ഫുഡ്, അതാണ് നല്ല ടാലി ആവുള്ളൂ മൈൻഡ്. എങ്ങനെ
എത്ര തന്നെ മണി 10 3:30 പോയതാണ് ഞാൻ. 8, 9, 10, 12, 12, 5-6 മണിക്കൂറായി. അതിൽ 30 സെക്കൻഡ് റീലിന് വേണ്ടി. ശരി, ബൈ.